ലോകത്തിൽ 200-ൽ പരം ഇനങ്ങൾ വിഷപ്പാമ്പുകളുണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്, അഥവാ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇവയുടെ കടി കാരണം 1.5 ലക്ഷത്തിലധികം ആളുകൾ എല്ലാ വർഷവും മരിക്കുന്നുണ്ടെന്നാണ് കണക്ക്. അതിലൊരു നല്ല ശതമാനം ഇന്ത്യയിലായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പാമ്പ് വിഷത്തിന് ആൻറ്റിവെനിൻ എന്ന പ്രതിവിധിയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഈ പാമ്പ് വിഷം കുതിരകളിൽ കുത്തിവെച്ചിട്ട് അവയുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡി കളക്ട് ചെയ്ത് ആ പ്രോട്ടീനുകൾ നമ്മുടെ പാമ്പ് കടിയേറ്റ ആൾക്ക് കുത്തിവെക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചികിത്സാ രീതി. അത് കുറേയൊക്കെ ഫലപ്രദമാണ്. പക്ഷേ ഈ കുതിരകളിൽ നിന്നുള്ള ആൻറ്റിബോഡി ശേഖരിക്കാനുള്ള ബുദ്ധിമുട്ടും പലപ്പോഴും ഈ ആൻറ്റിബോഡി മനുഷ്യരുണ്ടാക്കുന്ന റിയാക്ഷൻ ചിലപ്പോൾ പാമ്പ് വിഷം പോലെ തന്നെ അപകടം ഉണ്ടാക്കുന്നതുമായതുകൊണ്ട് ഇത് അത്ര ഫലപ്രദമായ ചികിത്സയല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പുതിയൊരു പ്രതീക്ഷ നൽകുന്നത് പുതിയ തരം ഒരു ചികിത്സയാണ്. അതായത് ചില മൃഗങ്ങളിൽ, ഈ സൗത്ത് അമേരിക്കയിലൊക്കെ കാണുന്ന അൽപ്പാക്ക, ലാമ എന്നൊക്കെ പറയുന്ന ചില ചെറിയ മൃഗങ്ങളിൽ ആൻറ്റിബോഡിക്ക് പകരം നാനോ ബോഡി എന്ന് പറയുന്ന ഒരു തരം പ്രോട്ടീനുകൾ അവ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതായത് ഈ വിഷത്തിനെതിരായിട്ട് നാനോ ബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ അവയ്ക്ക് കഴിവുണ്ട്. പക്ഷേ ഈ മൃഗങ്ങളെ കുതിരകളെ പോലെ ഒരുപാട് ബ്രീഡ് ചെയ്ത് വളർത്തി ആൻറ്റിബോഡി ശേഖരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതിന് പകരം ഒരു ചെറിയ തോതിൽ ഇവ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകളെ വേർതിരിച്ചെടുത്ത് അതിൻ്റെ ഘടന പഠിച്ചിട്ട് ആ ഘടനയിലുള്ള പ്രോട്ടീനുകളെ കൃത്രിമമായി ബാക്ടീരിയ കൊണ്ട് ജീൻ എഡിറ്റിംഗ് വഴി ഉൽപ്പാദിപ്പിച്ച് അങ്ങനെയുള്ള കിട്ടുന്ന പ്രോട്ടീൻ ഉപയോഗിച്ച് ആൻറ്റിബോഡി നാനോ ബോഡി ഉപയോഗിച്ച് വിഷപ്പാമ്പ് കടിക്ക് ചികിത്സിക്കാം എന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആഫ്രിക്കയിലുള്ള 20 ഇനം പാമ്പുകളിലാണ് ഇത് ഫലപ്രദമായി ഇപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് തെളിഞ്ഞിട്ടുള്ളത്. ഭാവിയിൽ ഇത് ഇന്ത്യയിലേക്കും നമ്മുടെ ഇടയിലുള്ള പാമ്പുകൾക്കും ഫലപ്രദമായ ചികിത്സ ആകും എന്ന് വിശ്വസിക്കാം.